പുതിയൊരു സർവേ റിസൾട്ട് വന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളിൽ 90% പേരും ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നില്ല അത്രേ. അവർ വിവാഹം കഴിച്ചു എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു സന്തോഷമെന്ന്. ആധുനികമായ വിവാഹത്തിൽ ഒരിക്കലും സ്നേഹം എന്നൊരു അജണ്ട ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ സൗകര്യങ്ങളും സുരക്ഷയും അംഗീകാരവും മാത്രമാണെന്ന് പറയപ്പെടുന്നു. ഒരു സ്ത്രീയുടെ വിശ്വസ്തത എന്ന് പറയുന്നത് നിബന്ധനാപരമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതില് അവളുടെ നിഷ്ഠ എന്ന് പറയുന്നത് താൽക്കാലികം മാത്രം. അവളുടെ ഭക്തി എന്ന് പറയുന്നത് അവൾക്കുള്ള അവസരങ്ങളുടെ ശക്തിയോളം മാത്രം. സ്ത്രീകൾക്ക് കഴിയുന്നത്ര ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാരെ തേടാനാണ് അവര് സ്വാഭാവികമായി പ്രേരിതരാകുന്നത്. അവര് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന്റെ അർത്ഥം നീ എനിക്കായി ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്നായിരിക്കും കേട്ടോ. നീ നൽകുന്ന ജീവിത ശൈലിയെ ഞാൻ സ്നേഹിക്കുന്നു. നീ മുഖാന്തരം മറ്റുള്ളവർ എനിക്ക് നൽകുന്ന ബഹുമാനത്തെ ഞാൻ സ്നേഹിക്കുന്നു. അതായത് പുരുഷൻ എന്തെല്ലാം അവൾക്ക് നൽകുന്നുണ്ടോ അതിനനുസരിച്ചാണ് അവളുടെ സ്നേഹവും. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു സ്ത്രീയുടെ സ്നേഹം എന്ന് പറയുന്ന ഇടപാടാണോ? നിങ്ങൾ നിങ്ങളുടെ മൂല്യം നഷ്ടപ്പെടുത്തുന്ന സമയം എപ്പോഴാണോ അപ്പോൾ മുതൽ അവൾക്ക് നിങ്ങളോട് താല്പര്യമില്ലാതാകുന്നു. ഇതാണോ സത്യം? മറ്റൊരു പുരുഷൻ വന്നിട്ട് ഒരുപാട് അവസരങ്ങൾ അവൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കുമ്പോൾ അവൾ വീണ്ടും പുനർവിചിന്തനം ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ഒരു പഠനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. അതുകൊണ്ടാണത്രേ വിവാഹമോചനങ്ങൾ ഇപ്പോൾ കൂടുന്നത്. പണ്ടുള്ള സ്ത്രീകൾക്ക് ക്ഷമാശീലം ഉണ്ടായിരുന്നു. അവർ എങ്ങനെയായാലും ജീവിതത്തില് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ അതില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് പൊതുവെ ക്ഷമയും ഇല്ല, അവര് അഡ്ജസ്റ്റ്മെന്റിനൊന്നും തയ്യാറുമല്ല. അവരെ സ്നേഹിക്കുന്ന രീതിയിൽ, അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ, അവരെ ബഹുമാനിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നവരെയാണ് അവർക്കിഷ്ടം. അത് വിവാഹം കഴിച്ച പുരുഷനാണെങ്കിൽ കൂടി എന്ന് പഠനങ്ങൾ പറയുന്നു. കാലം മാറുമ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ച മതി. കാരണം ഒരു കാലഘട്ടത്തില് സ്ത്രീകളെ അടക്കി ഭരിച്ചിരിക്കുകയല്ലായിരുന്നോ? എന്തിനും ഏതിനും അവർ അടിമകളായിരുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നോ?